വാസ്തവത്തിൽ ഈ പ്രസംഗം എവൻഗേലിയോൻ വായിച്ചു കഴിഞ്ഞ ഉടനെ നടത്തേണ്ടതാണ്. പക്ഷെ ഒരല്പം സമയം നേടാൻ വേണ്ടിയിട്ട് ഈ സമയത്തേക്ക് മാറ്റിയതാണ്. ഈ സമയത്ത് അച്ഛൻ വിശുദ്ധ ശരീരം മുറിച്ച് നൽകാൻ തക്കവണ്ണം ക്രമീകരിക്കും. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് അച്ഛനത് ചെയ്യാം. അല്ലെങ്കിൽ മറയിട്ടിട്ട് കുറേ സമയം ഞങ്ങളെ കാത്തിരുത്തേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഇപ്പോഴേക്ക് മാറ്റിയതാണ്. ഒരിക്കൽ കൂടെ ഈ ഇടവകയിൽ വരാനും വിശുദ്ധ ആരാധന അർപ്പിക്കുവാനും സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ഈ ഇടവകയുടെ ആരംഭം മുതലേ ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛൻ ന്യൂ ബ്രൺസ്വിക്കില് കോളേജിൻ്റെ ചാപ്പലിൽ ആരംഭിച്ച കാലം മുതലേ അമേരിക്കയിൽ വരുമ്പോൾ ഒരു ദിവസം ഈ ഇടവകയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പതിവ് ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ തുടങ്ങിയതാണ്. ഇപ്പോഴുള്ള വിജയച്ഛൻ്റെ പിതാവുമായിട്ടും ആ കാലം മുതലേ ഒരു കോൺഫറൻസിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വളരെ സ്നേഹബന്ധം ഉണ്ടായിരുന്നതാണ്. അത് തുടരുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛനെയും വിജയച്ഛനെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഒക്കെ വിശുദ്ധ ആരാധനയിൽ സ്മരിക്കുകയും എൻ്റെ സന്തോഷം നിങ്ങളെല്ലാവരോടുമൊപ്പം അറിയിക്കുകയും ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ മാതാവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. വിശുദ്ധ എവൻഗേലിയോൻ ഭാഗമായി നാം വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളാണ്. 27 വരെ ആ അധ്യായത്തിൻ്റെ അവസാനം വരെയുണ്ട്. 2 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പൊതുവെ നോക്കിയാൽ പരസ്പര ബന്ധമില്ലാത്തവയാണ് എന്ന് തോന്നാമെങ്കിലും വാസ്തവത്തിൽ പരസ്പരമുള്ള 2 കാര്യങ്ങളാണ്. ഒന്നാമത്, യേശുതമ്പുരാൻ തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പറയുന്നു. രണ്ടാമത്, യഹൂദന്മാർ ആ കാലത്ത് ദൈവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണിക്കായി പിരിച്ചിരുന്ന കരത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഒന്നാമത്, യേശുതമ്പുരാൻ തൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ശിഷ്യന്മാരോട് പറയുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടായി എന്നാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കുറച്ചുകൂടെ വിശദമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. പത്രോസ് അദ്ദേഹത്തെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷൻ അങ്ങനെ ഒരു ഭാഗം രേഖപ്പെടുത്തുന്നില്ല. അങ്ങനെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പറയുമ്പോൾ പത്രോസിനെ ഫൽസിച്ചുകൊണ്ട് കർത്താവ് അത് പൈശാചികമായ ചിന്തയാണ്, അങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ചുങ്കം പിരിക്കുന്ന ആളുകൾ കർത്താവിൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ഗുരു ചുങ്കം നൽകുന്നില്ലയോ എന്ന് ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് പത്രോസിന് മലയാളിയുടെ ഒരു സ്വഭാവമാണ്. തേങ്ങ ഉടയ്ക്കാനില്ലെങ്കിൽ ചിരട്ട ഉടച്ച് നാട്ടുകാരെ കേൾപ്പിക്കുക. കയ്യിൽ 10 പൈസ ഇല്ല, പക്ഷെ എന്നാലും ദുരഭിമാനം കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കും, ഇതാ ഞങ്ങളുടെ ഗുരു കൊടുക്കും എന്ന് പറയുന്നതായിട്ടാണ് നാം കാണുന്നത്. വാസ്തവത്തിൽ ആ ചുങ്കം പിരിക്കുന്നത് യഹൂദന്മാർക്ക് നൽകപ്പെട്ടിരുന്ന ചില പരിമിതമായ റോമാക്കാർ നൽകിയ അവകാശങ്ങളുടെ ഭാഗമാണ്. ദൈവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് ആളുകൾ ഇന്ന് കരം പിരിക്കാൻ, അങ്ങനെ പിരിക്കുന്ന കാശ് തന്നെ ദൈവാലയത്തിനകത്ത് ഉപയോഗിക്കാവുന്ന കാശായിരിക്കണം. പക്ഷെ അത് അവിടെ മാത്രമേ ഉപയോഗിക്കാനൊക്കൂ. പുറത്തു വേണമെങ്കിൽ അത് രാജ്യത്തിൻ്റെ പണവുമായിട്ട് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ആ കാലത്ത് യേശുതമ്പുരാൻ ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ നാണയം മാറുന്നവരെ കാണുന്നത്. പുറത്തുള്ള കാശുമായിട്ട് ആളുകൾ വഴിപാടിടാൻ വരും. യഹൂദന്മാരുടെ നിർദ്ദേശം ആ കാശ്
ഭണ്ഡാരത്തിലിടരുത്, മറിച്ച് അവിടെ കാശ് മാറി ദൈവാലയത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ള കാശ് മേടിച്ച് ഭണ്ഡാരത്തിലിടണം എന്നാണ് നിർബന്ധമുണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറെ ആളുകൾ എല്ലാ കാലത്തും എന്നതുപോലെ തന്നെ കമ്മീഷൻ ഈടാക്കാറുമുണ്ട്. അതാണ് യേശുദമ്പുരാനെ അലോസരപ്പെടുത്തിയത്. ഇവിടെ ദൈവാലയത്തിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള ചുങ്കത്തോടൊപ്പം സ്വന്തമായ ഒരു പട്ടാളം ദൈവാലയത്തിനകത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി നിയമിക്കാൻ യഹൂദന്മാർക്ക് അധികാരമുണ്ടായിരുന്നു. ആ പട്ടാളക്കാരാണ് യേശുദമ്പുരാനെ ഗത്സമനെ തോട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. യഹൂദന്മാർക്ക് അതുപോലെ തന്നെ അവരുടെ മതപരമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആളുകളെ കല്ലെറിഞ്ഞു കൊല്ലാൻ അവകാശമുണ്ടായിരുന്നു. പക്ഷേ അതില്ല എന്നാണ് പീലാത്തോസിന്റെ മുമ്പാകെ നുണ പറഞ്ഞത് യഹൂദന്മാർ. തീർച്ചയായിട്ടും സ്തെഫാനോസിനെ കൊന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ഉണ്ടായത്. പാപത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ തക്കവണ്ണമാണ് അവർ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നത്. അവരുടെ ആ ദുരുദ്ദേശം നടന്നില്ല എന്നുള്ളത് മാത്രം. ഇങ്ങനെയുള്ള ചില്ലറ അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് യഹൂദ പ്രമാണിമാർ വന്ന് കരം പിരിക്കുന്നതിന് യേശുദമ്പുരാൻ കൊടുക്കുന്നില്ലയോ എന്ന് പത്രോസിനോട് ചോദിച്ചു. പത്രോസ് കർത്താവിന്റെ അടുത്ത് വന്ന് ഒന്നും പറയുന്നില്ല, വെറുതെ തലയുടെ പുറകെ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. പറയാനുള്ള ധൈര്യവുമില്ല, എന്നാൽ പറയാതിരിക്കാനും മേലെ ഏറ്റെടുത്ത കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉള്ളടക്കം മനസ്സിലാക്കിയ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നു: ആരിൽ നിന്നാണ് ആളുകൾ കരം പിരിക്കുന്നത്? അക്കാലത്ത് പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങൾ കീഴടക്കി ആ രാജ്യത്തെ അടിമകളിൽ നിന്നാണ് രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം പിരിച്ചിരുന്നത്. ആ രാജ്യത്തിന്റെ അംഗങ്ങളിൽ നിന്ന്, പൗരകളിൽ നിന്ന് അല്ല. യേശുദമ്പുരാൻ ഇവിടെ ഈ വൈവിധ്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ദൈവാലയം ദൈവത്തിന്റെ ആലയമാണ്. അവിടെയാണ് യേശുദമ്പുരാന്റെ സാന്നിധ്യവും. ആ ദൈവാലയത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് അവനോട് തന്നെ കാശ് ചോദിക്കുന്നു എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ ഒരു കാര്യമാണ്. അതാണ് യേശുദമ്പുരാൻ പറയുന്നത്: രാജാക്കന്മാർ ആരിൽ നിന്നാണ് പണം പിരിക്കുന്നത്, കരം പിരിക്കുന്നത്? അവരുടെ അംഗങ്ങളിൽ നിന്നോ അതോ കീഴടക്കപ്പെട്ട മറ്റുള്ളവരിൽ നിന്നോ? അക്കാര്യത്തിൽ പത്രോസിന് സംശയമൊന്നുമില്ല, മറ്റുള്ളവരിൽ നിന്നാണ്. പക്ഷേ ഈ ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. അതിനൊരു പരിഹാരമുണ്ട്. അറിയാവുന്ന ജോലി ചെയ്ത് കാശുണ്ടാക്കി കരം കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എക്സ്പെർട്ട് ഒപ്പീനിയൻ നൽകിയ കർത്താവും പണിയെടുത്ത പത്രോസും. എനിക്ക് തോന്നുന്ന ഈ ആധുനിക കാലത്തെ കോർപ്പറേറ്റ് വേൾഡിന്റെ ഒരു തത്വം തന്നെയാണ് കർത്താവ് ഉപയോഗപ്പെടുത്തുന്നത്. ചില ആളുകൾ പദ്ധതികൾ ഉണ്ടാക്കും, മറ്റു ചില ആളുകൾ പദ്ധതി നടപ്പാക്കും. രണ്ടു കൂട്ടർക്കും ഒരുപോലെ അതിന്റെ പ്രതിഫലം ലഭിക്കണം. യേശുദമ്പുരാന്റെ കരവും മീനെ പിടിച്ച പത്രോസിന്റെ കരവും ഒരുപോലെ കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു നേട്ടം ഉണ്ടാക്കുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. പിടിച്ച മീൻ വിറ്റിട്ടല്ല കരം കൊടുക്കുന്നത്, മറിച്ച് മത്സ്യത്തിന്റെ വായിൽ ഒന്നുണ്ടായി. നമ്മൾ എത്ര അധ്വാനിച്ചാലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം എന്നൊരു നിർബന്ധമില്ല, ദൈവം തുണയ്ക്കാതിരുന്നാൽ. ഈ അടുത്ത കാലത്താണ്, കഴിഞ്ഞ മാസം വയനാട്ടിൽ വലിയ ഒരു ദുരനുഭവം മലയാളിക്കുണ്ടായത്. ലോകമെമ്പാടുമുള്ള ആളുകൾ അതിൽ ദുഃഖിക്കുകയും അവരുടെ ആശ്വാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയാകുകയും ചെയ്തു. അവിടെ ഉണ്ടാകുന്ന ഒരു ചോദ്യം, അധികം പേര് ഈ സന്ദർഭത്തിൽ ചോദിക്കില്ലാത്ത ഒരു ചോദ്യം, തീർച്ചയായിട്ടും അവരുടെ അധ്വാനം ഇതുപോലെ നഷ്ടപ്പെടാൻ തക്കവണ്ണം എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്? അവിടെയാണ് പണ്ടൊരാൾ ആ ഭാഗത്ത് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശങ്ങൾ അവഗണിച്ചതിൻ്റെ സാഹചര്യം ബോധ്യമാകേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും കേരളത്തിന്റെ മധ്യഭാഗത്തു നിന്നും തെക്കൻ ഭാഗത്തു നിന്നും ധാരാളം ആളുകൾ
ജീവിതത്തിന്റെ മെച്ചമായ അവസ്ഥയെ തേടിക്കൊണ്ട് മലബാറിലേക്ക് വന്നിട്ടുണ്ട്. അവർ 4-5 ഏക്കർ സ്ഥലം സർക്കാർ ഭൂമി വളച്ചു കെട്ടി കഷ്ടപ്പെട്ട് ജീവിതമാർഗം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു തെറ്റായി കാണാനൊക്കില്ല. ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതല്ലാത്ത കുറെ ആളുകളുണ്ട്. ആഹ്ലാദത്തിനും ആമോദത്തിനും വേണ്ടി റിസോർട്ടുകൾ ഉണ്ടാക്കുകയും കെട്ടുകൾ പൊട്ടിച്ചു കളഞ്ഞ് വലിപ്പമുള്ള വീടുകളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്ന ലാഭക്കൊതിയന്മാരായ ആളുകൾ. അവർക്ക് മരം പ്രശ്നമല്ല, അവർക്ക് കാട് പ്രശ്നമല്ല, അവർക്ക് മനുഷ്യൻ ജീവിക്കാനുള്ള പശ്ചാത്തലവും പ്രശ്നമല്ല. ദൈവം ആദിയിൽ സകലത്തെയും സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ വേല ചെയ്യാനും കാപ്പാനുമാണ് ഏൽപ്പിച്ചത്. വേല തന്നെ കാക്കുന്ന സംരക്ഷണത്തിന്റെ മറ്റൊരു രൂപമാണ്. സംരക്ഷിച്ചാലേ വല്ലതും ഉണ്ടാകൂ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ഈ ഭൂമിയിലെ ഓരോ വസ്തുവിനെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മനുഷ്യനുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ വേല ചെയ്യുക എത്രത്തോളം എന്നുള്ളതല്ല വിഷയം, ആ വേലയിൽ നിന്ന് എന്തുണ്ടാകുന്നു എന്നും ആ ഉണ്ടാകുന്നത് എന്ത് ചെയ്യുന്നു എന്നുള്ളതുമാണ് പ്രശ്നം. അത് ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ നിന്ന് പുറത്തുപോയ ആളുകൾക്കും നല്ലൊരു സന്ദേശം നൽകുന്നതാണ്. തിരുവല്ല അടുത്ത് കുമ്പനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ച് അടുത്ത കാലത്ത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇറക്കിയ ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അതിൽ ആ ഭാഗത്തെ വിശേഷിപ്പിക്കുന്നത് ചാവേറുകളുടെ നാട് എന്നാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം വീടുകളിലും ആർപ്പാർപ്പില്ല, പറമ്പും പുരയിടവും കാട് കയറി കിടക്കുന്നു. ഉള്ളിടത്ത് ഒന്നുകിൽ ഒരു വൃദ്ധ അല്ലെങ്കിൽ വൃദ്ധൻ, ചിലപ്പോൾ 2 വൃദ്ധർ മാത്രം. ഒരു ബംഗാളിയെ നോക്കാൻ നിർത്താൻ ധൈര്യമില്ല. അവൻ തല്ലിക്കൊന്നിട്ട് ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് പോകുമോ എന്ന ആശങ്കയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയും തിന്നും ജീവിക്കുന്ന ആളുകൾ. കാരണം ആവശ്യമില്ലാതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അവിടെയാണ് നമുക്കും ഈ നാട്ടിൽ ജീവിക്കുന്നവർക്കും ഒരു സന്ദേശം ഉണ്ടാകുന്നത്. ഗ്രഹാതുരത്വം എന്ന് പറയുന്ന ഒരു മലയാള വാക്കുണ്ട്, നൊസ്റ്റാൾജിയ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നാട്ടിലെ അവസ്ഥയ്ക്ക് കുറച്ചുകൂടെ മെച്ചമായ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി വലിയ വീടുകൾ ഉണ്ടാക്കി തൻ്റെ അധ്വാന ഫലത്തെ ചെലവഴിക്കുന്ന ആളുകൾ. അവിടെ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, ആവശ്യമുണ്ടോ എന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ വേദഭാഗത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ പ്രസക്തമായി വരുന്നത്. എങ്ങനെയാണ് ഉത്ഥാനമുണ്ടാവുക? കഷ്ടപ്പാടിലൂടെയും മരണത്തിലൂടെയും മാത്രമാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് ഉത്ഥാനത്തിന് ഉതകുന്നതാവണം, നാശത്തിനാകരുത് എന്ന്. 400 പേരാണ് വയനാട്ടിൽ കൊല്ലപ്പെട്ടതായി രേഖപ്പെടുത്തുന്നത്. ആളുകളെല്ലാം കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ പേരിൽ വല്ലിടത്തുനിന്നും വരുന്നവർക്കൊക്കെ ആഹ്ലാദ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ മരം വെട്ടി, മല കുഴിച്ച്, പാറ പൊട്ടിച്ച് ഭൂമിക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ അപകടങ്ങൾ ഉണ്ടാകും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഒരു പഴം തിന്നതിനാണോ ഈ ആദാമിനെയൊക്കെ ഈ ശിക്ഷിച്ചത് എന്ന്. ഓരോ ഭൂമിയിലെ വസ്തുവിനും അതിൻ്റെതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം ചോദ്യം ചെയ്താൽ അപകടമാണ്. ആ അപകടമാണ് നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഒരു മനുഷ്യൻ കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ ഒഴുക്കിൽപ്പെട്ടു പോയത്, വാഹനത്തോടൊപ്പം. അത് വരുമ്പോൾ നമുക്കെല്ലാം വികാരമുണരും. മലയാളിക്ക്
പൈങ്കിളി സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഈ ചില പൈങ്കിളി മാസികകളൊക്കെ ധാരാളമായി ചെലവഴിച്ചു പോകുന്നതും പിന്നെ ഈ ടെലിവിഷനിൽ വരുന്ന സീരിയലുകൾ കുത്തിയിരുന്ന് നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി കാണുന്നതുമല്ല. അത് തന്നെ ഈ രണ്ടിടത്തും കണ്ടു, വയനാട്ടിലും. പക്ഷേ വിവേകശാലികൾ പൈങ്കിളിക്കാരല്ല, വിവേകത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. അവിടെയാണ് ദൈവം മനുഷ്യനെ വളർത്താൻ ശ്രമിക്കുന്നത്. ഇവർക്ക് ദുഃഖമുണ്ടായി എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ദുഃഖമുണ്ടാകാൻ കാരണം യേശുതമ്പുരാൻ അവസാനം പറഞ്ഞ വാക്ക് കേട്ടില്ല എന്നുള്ളത്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കുറെ കൂടെ വ്യക്തമാണ്. ഉയിർക്കും എന്നുള്ളത്. കഷ്ടപ്പാട് കേൾക്കുമ്പോഴേ ആളുകൾ അതിനെ അതിജീവിക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ്, അവനവന്റെ ആമോദത്തിന് വേണ്ടി. മലയാള വാർത്തകൾ കാണുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആകാശത്തിരുന്ന പല നക്ഷത്രങ്ങളും ഇപ്പൊ ഇടിഞ്ഞു വീഴുന്നുണ്ട്. നമ്മൾ ആരാധിച്ചിരുന്ന സിനിമാ നടന്മാരെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചിലപ്പോൾ കേസിലാവുകയും ജയിലിലാവുകയും ഒക്കെ ചെയ്യുന്ന അതെല്ലാം ഈ ആമോദത്തിന്റെ പരിണിത ഫലമാണ്. നൽകുന്നത് ദൈവമാണ് എന്നും അത് ഉത്തരവാദിത്വത്തോടു കൂടെ പങ്കിട്ട് ജീവിക്കണമെന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് കന്യാമറിയാമിന്റെ പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളാണ്. അവൾ സാധാരണ അക്കാലത്ത് സാധിക്കുമായിരുന്ന അവസ്ഥയിൽ പല പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള രീതിയിൽ വേറൊരാളെ നോക്കിക്കോളണം, നിന്റെ മകന് ജന്മം നൽകാൻ എന്ന് ദൈവത്തോടോ ദൈവീക മാലാഖായോടോ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നാം അവളെ ഓർക്കില്ല. അവളെ ഓർക്കാൻ കാരണം ഞാനോ കർത്താവിന്റെ ദാസി എന്ന് ഏറ്റു പറഞ്ഞതാണ്. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഉയിർപ്പിലേക്ക് നയിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് കഷ്ടപ്പാടിൽ നിന്നും അധ്വാനത്തിൽ നിന്നും. തീർച്ചയായിട്ടും ഈ രാജ്യത്ത് വന്നവരിൽ മിക്കവാറും ആളുകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ആ കാശും കൊണ്ട് നാട്ടില് രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് ഞാനിവിടെ 89 വിദ്യാർത്ഥിയായിട്ട് വന്നതാണ്. ആ കാലം മുതലേ പറയുന്ന കാര്യമാണ്. പക്ഷെ അധികം പേര് കേട്ട ഭാവം നടിച്ചിട്ടില്ല എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. ഇനി നിങ്ങളുടെ മക്കളാരും നാട്ടിൽ തിരിച്ചു പോകാൻ പോകുന്നില്ല, ഇവിടെ തന്നെയായി. നിങ്ങൾ ഇവിടെ തന്നെ തുടരും. 1-2 പേര് പോയാലും അവിടുത്തെ റോഡിലെ കുഴിയും അവിടുത്തെ ഖരാവോയും സമരവും ഒക്കെ കാണുമ്പോൾ തിരിച്ചു പോരുകയും ചെയ്യും. ഇവിടെ തന്നെ അടങ്ങും. അതുകൊണ്ട് ഇവിടുത്തെ ബന്ധങ്ങൾ, ഇവിടുത്തെ ജീവിതത്തിന്റെ നന്മകൾ, ആ നന്മകളിലെ ആസ്വാദ്യത അതനുഭവിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ. അധ്വാനിക്കുക, അതിൻ്റെ ഫലം എല്ലാവർക്കും പങ്കിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.